ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ പലരും പറഞ്ഞ പോലെ SSC JD നോട്ടിഫിക്കേഷൻ സ്വതവേ അവര് പറഞ്ഞ ടെൻഡേറ്റീവ് ടൈമിൽ തന്നെ അവർ നോട്ടിഫിക്കേഷൻ വരുന്ന പറഞ്ഞാൽ വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് ഒരു മാസം ഡിലേ ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു SSCയുടെ ആ ഒരു വെണ്ടറിന്റെ സെലക്ട് ചെയ്യുന്നതും അതേപോലെ അവരുടെ പുതിയ സൈറ്റ് അതേപോലെ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ഡിലേ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 29 വരുന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ഒരു മാസം വൈകിട്ട് മാർച്ച് 28 വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇതുവരെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, ടു ബി അപ്ലോഡ് ഓൺ ദി വെബ്സൈറ്റ് ഓഫ് ദി കമ്മീഷൻ SSC.gov.in. അതായത് നിങ്ങൾക്കറിയാം, SSCയുടെ പഴയ സൈറ്റിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പുതിയ സൈറ്റിലാണ് ഈ ഒട്ടന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇത് പുതിയ സൈറ്റിൽ ഒന്നും എന്ത് അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, ആസ് ഓഫ് നൗ അവൈലബിൾ ആയിട്ടില്ല. ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്നത് 28 രാത്രി 8:45 ആസ് ഓഫ് നൗ എന്ത് ഇത് സൈറ്റിൽ എന്ത് അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നാളെ 29 ആകുമ്പോഴത്തേക്ക് അത് അവൈലബിൾ ആവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പം ഡേറ്റ് പറഞ്ഞേക്കുന്നത് 28/3/2024 തൊട്ട് 18/4/2024 വരെയാണ്. അപ്പോ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇത് സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ ഇപ്പം കറന്റ് ഹോളിഡേ അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് അത് അവൈലബിൾ ആവാത്തത്. ഓക്കെ, അപ്പോൾ അത് 2 ദിവസത്തിനുള്ളിൽ എന്തായാലും അവൈലബിൾ ആവുന്നുണ്ടാവും. ഏപ്രിൽ 18 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പം അത് കൂടാണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്വതവേ അങ്ങനെ ഒരു എന്താ പറയണ്ടേ, അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ചെയ്യാനുള്ള ഇതൊന്നും പ്രൊവിഷൻ ഒന്നും SSC കൊടുക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം എന്താ കൊടുത്തിട്ടുണ്ട്. അതായത് 18 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. 19 വരെ നിങ്ങൾക്ക് എന്താ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 22 തൊട്ട് 24 വരെ എന്താ 23 വരെ എന്താ നിങ്ങൾക്ക് അവിടെ കറക്ഷൻ ചെയ്യാനുള്ള ഒരു പിന്നെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാൻ വേണ്ടി. അത് എല്ലാ ഡീറ്റെയിൽസും പറ്റില്ല, ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ പറ്റുള്ളൂ. അതായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോലെ 4/6/2024 തൊട്ട് 6/6/2024 വരെയാണ് നമ്മുടെ ഒരു ടെന്റേറ്റീവ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് മേ ബി അത് ഇത് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും ചേഞ്ച് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിസൾട്ട് പബ്ലിഷിങ്ങും എല്ലാം ആയതുകൊണ്ട്, ഇലക്ഷന്റെ ആ ഒരു ഇതായതുകൊണ്ട് ഈ ഒരു ഡേറ്റ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ജൂൺ 4 തൊട്ട് ജൂൺ 6 വരെ എന്നുള്ള രീതിയിലാണ് മുന്നേ തന്നൊരു ഡേറ്റ് ആണ്. അത് തന്നെയാണ് അവരിപ്പോ ഇവിടെ പേസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിലെന്താ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ, ഫസ്റ്റ് BRO ആണ്. BROന്റെ കേസിൽ വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 30 വർഷമാണ്. ഇതെന്താ, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റും. ഡിഗ്രി സിവില് ഇലക്ട്രിക്കല് മെക്കാനിക്കലുകാർക്ക് എന്താ അപ്ലൈ വേണ്ടി പറ്റും. ഇൻ കേസ് നിങ്ങൾ എന്താ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ്, 3 ഇയർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ്, അതായത് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കല് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ 2 വർഷം 2 ഇയർ 2 വർഷം എന്താ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അതാണ് BROന്റെ കേസിൽ. പിന്നെ ബ്രഹ്മപുത്ര ബോർഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ വേണ്ടി പറ്റും. അതെന്താ 3 ഇയർ ഡിപ്ലോമ സിവില് മതിയാവും. പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ കേസിൽ മെക്കാനിക്കലും സിവിലുകാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിന്റെ ഡിപ്ലോമ മതി. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. പിന്നെ CPWD അത്യാവശ്യം ഇലക്ട്രിക്കൽ കേസിൽ നല്ല വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. CPWDന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അവർക്ക് അപ്ലൈ വേണ്ടി പറ്റും. അതുപോലെ സിവിലുകാർക്ക് അപ്ലൈ വേണ്ടി പറ്റും. 32 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 32 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലും ഇലക്ട്രിക്കലും സിവിലുകാർക്ക് ഡിപ്ലോമക്കാർക്ക് അപ്ലൈ വേണ്ടി പറ്റും. 30 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നേവലിന്റെ കേസിലാണെങ്കിൽ 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഡിഗ്രി വേണം, അല്ലെങ്കിൽ എന്താ നമ്മൾ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പീരിയൻസ് വേണം. അത് മെക്കാനിക്കലും ഇലക്ട്രിക്കലാർക്കും അത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ ഫറാക്ക പ്രൊജക്ട് കേസിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലാർക്കും സിവിലുകാർക്കും അപ്ലൈ വേണ്ടി പറ്റും. ഡിപ്ലോമ മതിയാവും. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അതുപോലെ MESന്റെ കേസിലാണെങ്കിൽ ഡിഗ്രി ആവണം, അല്ലെങ്കിൽ എന്താ ഡിപ്ലോമ ആണെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അത് സിവിലുകാർക്കും ഇലക്ട്രിക്കലാർക്കും അപ്ലൈ വേണ്ടി വരും. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. പിന്നെ NTRന്റെ കേസിലാണെങ്കിൽ സിവിലുകാർക്ക് ഡിപ്ലോമ ഇൻ സിവിലുകാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുള്ളൂ. 30 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് വേക്കൻസീസിലേക്ക് പോവാം. ഓക്കെ, ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം നല്ല വേക്കൻസി ഉണ്ട്, സിവിലിനെ സംബന്ധിച്ചിടത്തോളം നല്ല വേക്കൻസി ഉണ്ട്. ഇപ്പൊ BROന്റെ കേസിലാണെങ്കിൽ അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുള്ളൂ. ടോട്ടൽ 438 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 438 വേക്കൻസീസ് അവിടെ ഉണ്ട്. ഈ അടുത്ത BROന്റെ ഇലക്ട്രിക്കൽ മെക്കാനിക്കലിസ്റ്റിന് 37 ടോട്ടൽ വേക്കൻസീസ് ഉണ്ട്. പിന്നെ നിങ്ങളിവിടെ നോക്ക്, JE സിവിലിന്റെ കേസിൽ 120 ഉണ്ട്. ഇലക്ട്രിക്കൽ കേസ് നോക്ക്, CPWD ഇലക്ട്രിക്കൽ കേസിൽ 121 വേക്കൻസീസ് ഉണ്ട്. ഇലക്ട്രിക്കൽ കേസിൽ CPWDയിൽ 121 വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. പിന്നെ ആസ് യൂഷ്വൽ സിവിലിൽ എന്തായിരുന്നു 17 വേക്കൻസി ഉണ്ട് CPWDയിൽ. ബാക്കിയുള്ള കേസിലൊക്കെ നമുക്ക് വേക്കൻസീസ് പൊതുവെ അല്ലെ കുറവാണുള്ളത്. ഇലക്ട്രിക്കലി CPWDയിൽ എന്താ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം CPWD വേക്കൻസി ഉണ്ടായിരുന്നു, അതൊരു 70ന്റെ അടുത്ത മറ്റാണ് എന്നാണ് എന്റെ ഓർമ്മ. ഇപ്രാവശ്യം അത് എന്തായിട്ടുണ്ട്, 121 വേക്കൻസീസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ള കേസിലൊക്കെ എന്താ സിംഗിൾ ഡിജിറ്റ് തന്നെയാണ്.
ഇലക്ട്രിക്കലിന്റെ കേസിലുള്ളത്. ഇലക്ട്രിക്കൽ മെക്കാനിക്കലിൽ BROന്റെ കേസിലുണ്ട്. ബാക്കി സിവിലുകാർക്ക് അത്യാവശ്യം നല്ലൊരു വേക്കൻസീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോകാം. നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഏജ് ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പം 30 വയസ്സ് 32 വയസ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ 30 വയസ്സാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ 2/8/1994 ശേഷം ജനിച്ചവരായിരിക്കണം. അതേപോലെ 1/8/2006 മുന്നേ ജനിച്ചവരായിരിക്കണം. ഈ 32 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്നുണ്ടെങ്കിൽ 2/8/1992 ശേഷം ജനിച്ചവരും 1/8/2006 മുന്നേ ജനിച്ചവരായിരിക്കണം. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ SC ST PWD OBC കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഏജ് ലിമിറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ടാവുക August 1 ബേസ് ചെയ്തായിരിക്കും നമ്മൾ ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ. അതേപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നോക്കട്ടെ. നമ്മള് CBT 1ഉം CBT 2ഉം കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് എന്താ അത് ഓൺലൈൻ CBT തന്നെയായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അതേ മുന്നത്തെ പ്രാവശ്യം എന്താ CBT 2 എന്ന് പറഞ്ഞാൽ അത് എന്താ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം എന്താ കഴിഞ്ഞ പ്രാവശ്യം എന്താ CBT ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവിടെ പറഞ്ഞു കറക്ഷൻ ചാർജ് ഒക്കെ ഉണ്ട് 200 എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ സെക്കൻഡ് ടൈം വീണ്ടും റീസബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ 500 റുപ്പീസ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആ ഒരു ഡേറ്റ് പറഞ്ഞില്ലേ, ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാം. നിങ്ങൾ ഏറ്റവും തന്നെ കൃത്യമായിട്ട് എന്താ ഫിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലായിരുന്നു. നമുക്കറിയാം സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടയർ ഉണ്ടല്ലേ, സോറി, അതെ, CBT 1 ഉണ്ട് CBT 2 ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ CBT 1 എന്താ നോക്കാം, എന്തൊക്കെ സിലബസിൽ നോക്കാം. CBT 1 ഡേയ്സിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനാണ്. ജനറൽ ഇന്റലിജൻസ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, പിന്നെ എന്താ പാർട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ, സിവിൽ ആണെങ്കിൽ സിവിൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ മെക്കാനിക്കൽ 50 50 100 ടോട്ടൽ 200 ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ. പിന്നെ അടുത്ത പേപ്പർ 2 എന്താ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണുള്ളത്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, സിവിൽ ആണെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ 2 മണിക്കൂറാണ് ഉള്ളത്. ടോട്ടൽ എന്താ 100 ക്വസ്റ്റൻസ് 300 മാർക്കാണ് ഉണ്ടാവുക കേട്ടോ. 100 ക്വസ്റ്റൻസും 300 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവും. MCQs തന്നെയായിരിക്കും ഉണ്ടാവും. അതേപോലെ 1/4 എന്താ നെഗറ്റീവ് മാർക്കിംഗ് അതിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാമിന് പേയ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക 100 രൂപ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് എന്താ അവിടെ എക്സാമിന്റെ കേസിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ടാവും. ഓക്കെ. പിന്നെ സിലബസ് ഇതാണ്. ജനറൽ ഇന്റലിജൻസ് റീസണിംഗ് വരുന്നത്, ജനറൽ അവയർനെസ്, പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പാർട്ടാണ്, ഏതാണ് സിവിൽ ആണെങ്കിൽ സിവിൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ മെക്കാനിക്കൽ, കറസ്പോണ്ടിങ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം സിലബസ് തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ ചേഞ്ചസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് വേണമെങ്കിൽ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ അടക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ എന്ത് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പുതിയ സൈറ്റ് SSC.gov.in കയറിയിട്ടാണ് നിങ്ങൾ എന്താ രജിസ്റ്റർ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ എന്താ സോറി വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ പഴയ സൈറ്റ് SSC.NIC.in മുന്നേ ചെയ്തിട്ടുണ്ടാവും. അത് മാറിയിട്ടുണ്ട്. SSC.gov.in മാറിയിട്ടുണ്ട് പുതിയ സൈറ്റ്. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിൽ കയറിയിട്ട് എന്താ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അതേപോലെ ഇവിടെ ഒരു ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഓക്കെ, 100 റുപ്പീസ് ആണ് ഫീ ആയിട്ട് വരുന്നുണ്ടാവും. അതിലേറെ ഓൾറെഡി നമ്മൾ പറഞ്ഞോളെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നീട് അനക്ഷറിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. അതേപോലെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് പാസ്വേഡ്, എങ്ങനെയാണ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ അവരെന്താ കൃത്യമായിട്ട് ഒരു സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇത് കയറാം. അല്ലെങ്കിൽ SSC.gov.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവിടെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഓക്കെ. അപ്പോ ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഇവിടെ ഫോട്ടോയുടെ കാര്യം, അതേപോലെ സിഗ്നേച്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ആക്സെപ്റ്റ് ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം. ഓക്കെ. അല്ലെ പിന്നെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ പിന്നെ പണിയാവുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.